ഹായ് കൂട്ടുകാരെ, ഇതാ പുതിയൊരു എപ്പിസോഡുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻപുട്ട് ഡിവൈസുകളെ കുറിച്ചാണ്. എന്താണ് ഇൻപുട്ട് ഡിവൈസ്? കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റകൾ സപ്ലൈ ചെയ്യുന്ന ഉപകരണങ്ങളാണ് ഇൻപുട്ട് ഡിവൈസുകൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ഇൻപുട്ട് ഡിവൈസുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. +1 കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കുന്ന എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. +1 കമ്പ്യൂട്ടർ സയൻസും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും A+ വാങ്ങിക്കുക, അതുപോലെ തന്നെ മനസ്സിലാക്കി പഠിക്കാൻ സാധിക്കുക, രസകരമായിട്ട് പഠിക്കാൻ സാധിക്കുക എന്നീ ലക്ഷ്യങ്ങളോട് കൂടിയാണ് ഞാൻ ഓരോ വീഡിയോയും തയ്യാറാക്കുന്നത്. അപ്പം നിങ്ങൾ ഓരോ വീഡിയോകളും വളരെ ശ്രദ്ധിച്ച് കാണുക, പഠിക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാനും മറക്കരുത്. നിങ്ങളോടൊപ്പം എപ്പോഴും ഞാനുണ്ടാകും. അതുപോലെ നിങ്ങളും എന്നോടൊപ്പം ഉണ്ടാകണം. എൻ്റെ വീഡിയോകൾ കാണുക. പ്പെട്ട 14 ഇൻപുട്ട് ഡിവൈസുകളെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. കീബോർഡ്, മൗസ്, ലൈറ്റ് പെൻ, ടച്ച് സ്ക്രീൻ, ഗ്രാഫിക് ടാബ്ലറ്റ്, ജോയ്സ്റ്റിക്, മൈക്രോഫോൺ, സ്കാനർ, OMR, ബാർകോഡ്, QR കോഡ്, MICR, ബയോമെട്രിക് സെൻസർ, സ്മാർട്ട് കാർഡ് റീഡർ, ഡിജിറ്റൽ ക്യാമറ. ഇനി നമുക്ക് ഓരോന്നായി പഠിക്കാം. ഈ പറയുന്ന എല്ലാ ഇൻപുട്ട് ഡിവൈസുകളും വളരെ പ്രധാനപ്പെട്ടവയാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ഏതെങ്കിലും 5 ഇൻപുട്ട് ഡിവൈസുകളെ കുറിച്ച് എഴുതാൻ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഓരോ ഇൻപുട്ട് ഡിവൈസുകളെ പ്രത്യേകമായും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇൻപുട്ട് ഡിവൈസുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഒരു 2 വാചകത്തിൽ നിങ്ങൾ എഴുതാൻ പഠിച്ചിരിക്കണം. നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്നത് കീബോർഡുകളെ കുറിച്ചാണ്. കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻപുട്ട് ഉപകരണമാണല്ലോ കീബോർഡ്. എന്തിനാണ് കീബോർഡ് ഉപയോഗിക്കുന്നത്? കമ്പ്യൂട്ടറിലേക്ക് ആൽഫബറ്റുകൾ, നമ്പറുകൾ, മറ്റ് സ്പെഷ്യൽ ക്യാരക്ടറുകളൊക്കെ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നിങ്ങളൊരു കീയിൽ പ്രസ് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന്? കീബോർഡിലെ ഓരോ കീക്കും ഓരോ ആസ്കി കോഡുകളുണ്ട്. അപ്പോൾ ആസ്കി കോഡുകളെ കുറിച്ച് നമ്മൾ ഇതിന് മുൻപത്തെ ചാപ്റ്ററുകളിൽ പഠിച്ചിട്ടുണ്ട്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്നെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ആസ്കി കോഡ് എന്ന് പറഞ്ഞാൽ ഒരു ബൈനറി വാല്യൂ ആണ്. അപ്പം നിങ്ങളൊരു കീയിൽ പ്രസ് ചെയ്യുമ്പോൾ ആ കീയുടെ ബൈനറി വാല്യൂ, അതായത് ആസ്കി കോഡ് കമ്പ്യൂട്ടറിലേക്ക് പോവുകയും കമ്പ്യൂട്ടർ അതിനെ തിരിച്ചറിയുകയും ചെയ്യുന്നു. അങ്ങനെയാണ് നിങ്ങൾ പ്രസ് ചെയ്യുന്ന ഓരോ കീയും കമ്പ്യൂട്ടർ മനസ്സിലാക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ഇൻപുട്ട് ഉപകരണമാണ് മൗസ്. മൗസ് ഒരു പോയിന്റർ ഡിവൈസ് ആണ്. എന്താണ് പോയിന്റർ ഡിവൈസ് എന്ന് പറഞ്ഞാൽ? സ്ക്രീനിലെ കെർസർ മൂവ് ചെയ്യിക്കാൻ സഹായിക്കുന്ന ഉപകരണങ്ങളാണ് പോയിന്റർ ഡിവൈസ്. അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും ഇറ്റ് ഈസ് യൂസ്ഡ് ടു മൂവ് ദ കെർസർ ഓൺ ദ സ്ക്രീൻ. അടുത്തതായി നമ്മൾ പഠിക്കുന്ന ഇൻപുട്ട് ഉപകരണമാണ് ലൈറ്റ് പെൻ. ഇതും ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, പോയിന്റിംഗ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ സ്ക്രീനിലെ കെർസറിനെ മൂവ് ചെയ്യിക്കാൻ സഹായിക്കുന്ന ഉപകരണങ്ങളാണ് പോയിന്റിംഗ് ഡിവൈസ്. നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ ഒരു പേന കൊണ്ട് എഴുതുന്ന രംഗമൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് എഴുതാം, സുഖമായി പടം വരയ്ക്കാം. അങ്ങനെ എഴുതുന്നതെല്ലാം കമ്പ്യൂട്ടറിലേക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു ഉപകരണമാണ് ലൈറ്റ് പെൻ. ഇതൊരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ നേരിട്ട് എഴുതുവാനോ പടം വരയ്ക്കുവാനോ സാധിക്കുന്നു. അടുത്ത ഡിവൈസാണ് ടച്ച് സ്ക്രീൻ. ടച്ച് സ്ക്രീൻ നിങ്ങൾ ധാരാളമായിട്ട് കണ്ടിട്ടുണ്ടാവുക ATM കൗണ്ടറുകളിലാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണിലും ടച്ച് സ്ക്രീനാണുള്ളത്. അപ്പോൾ ടച്ച് സ്ക്രീനും ഒരു പോയിന്റിംഗ് ഡിവൈസ് തന്നെയാണ്. അടുത്തതായി ഗ്രാഫിക് ടാബ്ലറ്റ്. ഇതും ഒരു പോയിന്റർ ഉപകരണമാണ്. ലൈറ്റ് പെൻ ഉപയോഗിച്ച് നമ്മൾ സ്ക്രീനിലേക്ക് നേരിട്ടാണ് എഴുതിയതെങ്കിൽ ഇവിടെ നമ്മൾ പേന കൊണ്ട് എഴുതുന്നത് ഒരു ടാബ്ലറ്റിലാണ്. ഈ ടാബിൽ ഇലക്ട്രോണിക് പേന കൊണ്ട് എഴുതുന്നത് എന്തും കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ കാണുവാനും സേവ് ചെയ്യാനും സാധിക്കുന്നു. അടുത്തതായി ജോയ്സ്റ്റിക്ക്. ഇത് കൂടുതലായി ഉപയോഗിക്കുന്നത് ഗെയിം കളിക്കാനാണ്. എല്ലാ കൂട്ടുകാരും ഇത് ഉപയോഗിച്ചിട്ട് ഒരിക്കലെങ്കിലും ഗെയിം കളിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായി പറയണ്ടല്ലോ. മൈക്രോഫോൺ. എൻ്റെ ശബ്ദം ഇപ്പം നിങ്ങൾ കേൾക്കുവാൻ കാരണം ഞാൻ ഉപയോഗിക്കുന്ന മൈക്രോഫോൺ കാരണമാണ്. അപ്പോൾ എന്താണ് മൈക്രോഫോൺ? നമ്മുടെ സൗണ്ടിനെ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക്, അതായത് കമ്പ്യൂട്ടറിൻ്റെ ഫോർമാറ്റിലേക്ക് മാറ്റുന്ന ഉപകരണമാണ് മൈക്രോഫോൺ.
ചുരുക്കത്തിൽ നമ്മളിതിനെ മൈക്ക് എന്ന് വിളിക്കും. അടുത്തായി സ്കാനർ. നമ്മുടെ കയ്യിലുള്ള ഒരു കടലാസ്, ഒരു ടെക്സ്റ്റ് എന്നിവ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സ്കാനർ. സ്കാനറിൽ നിങ്ങളൊരു പ്രിന്റഡ് പേപ്പർ വെച്ച് ഒരു സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ ആ പേപ്പറിലുള്ള കണ്ടന്റ് അതേപടി കമ്പ്യൂട്ടറിലേക്ക് സേവ് ചെയ്യപ്പെടുന്നു. ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ, OMR എന്ന ചുരുക്ക രൂപത്തിൽ അറിയപ്പെടും. എൻട്രൻസ് പരീക്ഷകളിലും മറ്റു PSC പരീക്ഷകളിലുമെല്ലാം ഉത്തരം രേഖപ്പെടുത്തുന്നത് ഒരു പ്രത്യേക തരം പേപ്പറിലാണ്. അവിടെ നമ്മൾ ബബിൾസ് അഥവാ ചില കുമിളകൾ കറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഉള്ള കുമിളകൾ റീഡ് ചെയ്യുവാനും അങ്ങനെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഡിവൈസാണ് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. ഇത് കൂടുതലായി ഉപയോഗിക്കുന്നത് മത്സര പരീക്ഷകളിലാണ്. നീറ്റ്, കീം, PSC തുടങ്ങിയ മത്സര പരീക്ഷകളിലാണ്. അടുത്തതായി ബാർകോഡ്, QR കോഡ്. ഇപ്പം നിങ്ങൾ ചിത്രത്തിൽ കാണുന്നതാണ് ബാർകോഡ്. പണ്ടൊക്കെ ഏത് ഉപകരണം വാങ്ങിയാലും അതിൻ്റെ കവറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത്തരത്തിലുള്ള ഒരു ബാർകോഡ്. എന്നാൽ ഇപ്പോൾ നമ്മൾ കൂടുതലായും കാണുന്നത് ഇത്തരത്തിലുള്ള കോഡാണ്. ഇതിനെ QR കോഡ് എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ഇത് കാഴ്ചയിൽ തന്നെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബാർകോഡ് ആൻഡ് QR കോഡ് എന്നൊക്കെ. അപ്പോൾ നമുക്കതിൻ്റെ ഡിഫറൻസ് ഒന്ന് പെട്ടെന്ന് നോക്കാം. ബാർകോഡ് ഒരു സിംഗിൾ ഡയമെൻഷനിലാണ്, എന്നാൽ QR കോഡ് 2 ഡയമെൻഷനിലാണ്. ബാർകോഡിൽ വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതായത് ഉദാഹരണത്തിന് ഒരു ഉൽപ്പന്നത്തിൻ്റെ പേര്, വില തുടങ്ങിയവയൊക്കെ. എന്നാൽ QR കോഡിലാകട്ടെ ഒരുപാട് വിവരങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് ഒരു വെബ്സൈറ്റിൻ്റെ URL, ഫോൺ നമ്പർ, ഇമെയിൽ തുടങ്ങിയവയൊക്കെ നമുക്ക് QR കോഡിൽ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ ബാർകോഡിൽ രേഖപ്പെടുത്താൻ സാധിക്കുള്ളൂ, മറിച്ച് QR കോഡിലാകട്ടെ വളരെയധികം വിവരങ്ങൾ രേഖപ്പെടുത്തുവാൻ സാധിക്കുന്നു. ഇത്തരത്തിലുള്ള ബാർകോഡ്, QR കോഡ് റീഡ് ചെയ്യുന്ന ഉപകരണത്തെയാണ് ബാർകോഡ്, QR കോഡ് റീഡർ എന്ന് വിളിക്കുന്നത്. അടുത്ത MICR, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ. നിങ്ങളെല്ലാവരും ബാങ്കിലെ ചെക്ക് ബുക്ക് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ ചെക്ക് ബുക്കിൻ്റെ താഴെ കുറച്ച് സംഖ്യകൾ പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും. പല വ്യത്യസ്ത ഷേപ്പുകളിൽ ആണിവ പ്രിന്റ് ചെയ്തിട്ടുണ്ടാവുക. ഇതൊരു പ്രത്യേക തരം മാഗ്നറ്റിക് ഇങ്ക് കൊണ്ടാണ് പ്രിന്റ് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടറുകൾ ഉപയോഗിക്കുന്നത് ചെക്കുകൾ വളരെ ഫാസ്റ്റായിട്ട് ക്ലിയർ ചെയ്യാനാണ്. ഇക്കാലത്ത് നമുക്കറിയാം, ഒരു ബാങ്കിൻ്റെ ചെക്ക് അതിൻ്റെ മറ്റേതൊരു ശാഖയിൽ കൊടുത്താലും പെട്ടെന്ന് തന്നെ നമുക്കത് മാറിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിനെ നമ്മൾ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ. അടുത്താണ് ബയോമെട്രിക് സെൻസർ. ബയോമെട്രിക് വിവരങ്ങൾ റീഡ് ചെയ്യാനായിട്ട്, അതായത് ഉദാഹരണത്തിന് നമ്മുടെ കൈവിരൽ, റെറ്റിന, ഇതൊക്കെ റീഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഉപകരണമാണ് ബയോമെട്രിക് സെൻസറുകൾ. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിലും ഇത്തരത്തിലുള്ള ബയോമെട്രിക് സെൻസറുകളുണ്ട്. അടുത്തതായി സ്മാർട്ട് കാർഡ് റീഡർ. നമ്മളെല്ലാവരും സ്മാർട്ട് കാർഡുകൾ കണ്ടിട്ടുണ്ടാവും. സ്മാർട്ട് കാർഡ് എന്നാൽ ഒരു പ്ലാസ്റ്റിക് കാർഡാണ്. അതിലൊരു ചിപ്പോ അല്ലെങ്കിൽ ഒരു പ്രോസസ്സറോ ഒക്കെ ഉണ്ടാവും. അതിൽ ഡാറ്റ സൂക്ഷിച്ചിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള സ്മാർട്ട് കാർഡുകൾ റീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്മാർട്ട് കാർഡ് റീഡർ. ഇതിന് ഉദാഹരണമായിട്ട് നമുക്ക് ATM കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഒക്കെ പറയാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്മാർട്ട് കാർഡുകൾ റീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്മാർട്ട് കാർഡ് റീഡർ. അവസാനമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിജിറ്റൽ ക്യാമറ. ഡിജിറ്റൽ ക്യാമറയെക്കുറിച്ച് പ്രത്യേകിച്ചൊരു വിവരണം ആവശ്യമില്ല, കാരണം എല്ലാ കൂട്ടുകാർക്കും അറിയാം, എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ട് ഡിജിറ്റൽ ക്യാമറ. ഇന്നിപ്പോൾ ഡിജിറ്റൽ ക്യാമറയേ ഉള്ളൂ. പണ്ടൊക്കെ ആണെങ്കിൽ ക്യാമറയിൽ ഫിലിം ഉപയോഗിച്ചിട്ടുള്ള ക്യാമറയായിരുന്നു. അതിൽ ഷൂട്ട് ചെയ്ത ശേഷം പിന്നെ നമ്മളത് പ്രോസസ്സ് ചെയ്തൊക്കെ എടുക്കണം. എന്നാൽ ഡിജിറ്റൽ ക്യാമറ ഡയറക്റ്റായിട്ട് നമ്മുടെ പിക്ചേഴ്സും വീഡിയോസും കമ്പ്യൂട്ടറിൻ്റെ ഫോർമാറ്റിലേക്ക് മാറ്റുന്നു. അങ്ങനെ ഇമേജസും വീഡിയോസും നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഡിജിറ്റൽ ക്യാമറ. അങ്ങനെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട 14 ഇൻപുട്ട് ഡിവൈസുകളെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു. ഇതിലെ പ്രധാനപ്പെട്ട 2 പോയിന്റുകൾ വെച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കി ഒന്ന് ഓർത്ത് വെച്ചേക്കണം. കാരണം പരീക്ഷയ്ക്ക് ഏതെങ്കിലും 5 എണ്ണം ഒരുപക്ഷെ എഴുതാൻ ചോദിച്ചേക്കാം. അതല്ലെങ്കിൽ പ്രത്യേകമായി ചില ഇൻപുട്ട് ഡിവൈസുകൾ എന്താണ്, അതിൻ്റെ പ്രയോജനം എന്താണ്, അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് തുടങ്ങിയ വിവരങ്ങളെല്ലാം ചോദിച്ചേക്കാം. വളരെ ചെറിയൊരു ഭാഗമാണത്, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗവുമാണ്, വളരെ ഈസി ആയിട്ടുള്ളൊരു ഭാഗമാണ്. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കുക, പഠിക്കുക.
എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുക, വളരെ സന്തോഷമായിട്ടിരിക്കുക. നിങ്ങളുടെ പഠന സംബന്ധമായ എന്ത് ആവശ്യങ്ങൾക്കും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ കൂടെയും ഉണ്ടാവുക. എല്ലാവരും വളരെ ഹാപ്പിയായി സന്തോഷമായിട്ടിരിക്കുക. നാളെ കൃത്യം 6 മണിക്ക് വീണ്ടും നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കണ്ടുമുട്ടാം. അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഔട്ട്പുട്ട് ഡിവൈസുകളെ കുറിച്ചാണ്. വളരെ രസകരമായ കുറേ ഔട്ട്പുട്ട് ഡിവൈസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അവയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം അടുത്ത എപ്പിസോഡിൽ. അതുവരെ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.